ഹായ് കൂട്ടുകാരെ, ഇതൊരു വൈകുന്നേരമാണ് കേട്ടോ. പൂമ്പാറ്റയും കുഞ്ഞാറ്റയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി തലയൊക്കെ ചീകി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഉടുപ്പിടുന്ന സമയത്ത് അതുപോലെ നിർബന്ധവും ഷാട്ടിയൊക്കെ കാണിച്ചു. എന്നാൽ കൂടി രണ്ടുപേരെയും കുളിപ്പിച്ചൊരുക്കി സുന്ദരി കുട്ടികളാക്കി. പുറത്തേക്ക് വരുന്നത് വേറെ എങ്ങോട്ടുമല്ല, അവരുടെ കാറിൽ കയറിയിരുന്ന് കുറച്ച് നേരം സവാരി ചെയ്യണം. അങ്ങനെ കളിവണ്ടിയിലൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച ശേഷം ഞാൻ താഴേക്ക് കൊണ്ടുപോയി ഇരുത്തി. അവിടെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുകളിലേക്ക് ഉണങ്ങാനിട്ടിരുന്ന തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തുണിയെല്ലാം മടക്കി വെച്ചു. മക്കളിപ്പോൾ കരയാതെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ജോലികളൊക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ രണ്ടുപേരും ഉണർന്നിരിക്കുകയാണ്. താഴെ അച്ഛനുള്ളതുകൊണ്ട് കുറച്ച് സമയമൊക്കെ കരയാതെയൊക്കെ ഇരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് തീർന്നിരുന്ന കാര്യം. അങ്ങനെ വൈകുന്നേരത്തേക്ക് കുറച്ച് ചോറ് കുറവായതുകൊണ്ട് വീണ്ടും വന്ന് അരിയടുപ്പൊക്കെ ഇട്ടു. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ചേട്ടൻ ചാള മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഏത്തപ്പഴവും പിന്നെ പുട്ട് പുഴുങ്ങിയ കഴിക്കാൻ വേണ്ടി ഞാലിപ്പൂവൻ്റെ പഴമൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നൈറ്റിലേക്ക് കുറച്ച് മീനെടുത്ത് വറുത്ത് വെച്ചു. ബാക്കി പിറ്റേന്നത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് കണ്ടിച്ച് വെച്ചു. പിന്നെ കുറച്ച് ബിരിയാണിയൊക്കെ ചേട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ചേട്ടന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ രാവിലെ ആയപ്പം പതിവ് പോലെ തന്നെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും എടുത്തുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്നു. അവരുടെ പതിവ് ബിസ്ക്കറ്റ് പാപ്പമൊക്കെ കൊടുത്ത ശേഷം പിന്നെ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അച്ഛന് തേയില വെള്ളവും ചേട്ടന് ചായയൊക്കെ ഇട്ടു. ചേട്ടൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നൈറ്റ് വെച്ച ചോറ് തന്നെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചൂറ്റി വെച്ചു. പിന്നെ അരിയടുപ്പ് ഇട്ടത് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലെന്ന് പറയുന്നത് ഞാൻ നൈറ്റ് കണ്ടിച്ച് വെച്ചിരുന്ന ചാള ഉണ്ടായിരുന്നല്ലോ, ആ ചാളയുടെ മീൻകറിയും വെണ്ടയ്ക്കയുടെ ഫ്രൈയും ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛനുള്ള തേയിലവെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു. വെണ്ടയ്ക്കയും മീൻകറിയും എല്ലാം ചേട്ടൻ ആ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ചേട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായ ശേഷമാണ് പിന്നെ അരിയടുപ്പ് ഇട്ടത് കേട്ടോ. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗ്യാസ് വരാൻ ഡിലേ ആവുന്നത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ അവർക്ക് എപ്പോഴും ചൂടുവെള്ളം അനത്തുകയും അവർക്ക് കുറുക്ക് അനത്തുകയും എല്ലാ കാര്യങ്ങളും ഗ്യാസിൽ ഇപ്പം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുപ്പിൽ തന്നെ എപ്പോഴും ചൂടുവെള്ളമൊക്കെ അനത്തണമെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പഴമൊക്കെ പുഴുങ്ങി കൊടുക്കണമെങ്കിലോ എപ്പോഴും ഇങ്ങനെ അടുപ്പ് കത്തിച്ച് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ചേട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ പൊതികെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ചോറും മീൻകറിയും വെണ്ടയ്ക്ക ഫ്രൈയും ആയിരുന്നു കേട്ടോ. ചേട്ടന് പയ്യെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലൊരു കുറവ് ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ കൂടി വയ്യാഴികയിൽ കൂടി രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സഹായിക്കുമെന്നല്ല, എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, അതിരാവിലെ എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് ഫീഡൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൊണ്ട് അടുക്കളയിൽ കൊണ്ടുവന്നാൽ പിന്നെ രണ്ടുപേരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് രണ്ടുപേരെ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് വരാത്തത്. പിന്നെ നമ്മൾ അടുക്കളയിൽ വന്നാൽ കൂടി അധികം നേരം കുഞ്ഞുങ്ങളെ അടുക്കളയിൽ വെക്കാറില്ല. അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറിൻ്റെ പൊതിയൊക്കെ കെട്ടി വെച്ചു. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇച്ചിരി ഫോർമുല മിൽക്ക് രാവിലെ കൊടുത്തു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി പാലൊക്കെ കുടിക്കുന്നതിന് മുന്നേ കയറി കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫോർമുല മിൽക്ക് രാവിലെ തന്നെ കൊടുത്തു. അങ്ങനെ രണ്ടുപേർക്കും നല്ല ദാഹമൊക്കെ ഉള്ളത് കൊണ്ടും എൻ്റെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് രണ്ടുപേർക്കും തികയണമെന്നില്ലല്ലോ. അങ്ങനെ ഫോർമുല മിൽക്ക് കൊടുത്താലും ഞാൻ അങ്ങനെ ഇപ്പോൾ കുപ്പിയിലൊന്നും കൊടുക്കാറില്ല, ഗ്ലാസ്സിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഗ്ലാസ്സിൽ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി രണ്ടുപേരും പിടിച്ച് കുടിക്കുകയാണ്. ചില സമയത്ത് കുടിക്കില്ല കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കുടിക്കുന്നു. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് മദർ മിൽക്ക് തന്നെയാണ്. കാരണം അമ്മയുടെ പാലിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ എൻ്റെ മക്കൾക്ക് ഫോർമുല മിൽക്ക് കൂടി കൊടുക്കേണ്ട കാരണമെന്ന് പറയുന്നത് രണ്ടുപേർക്കും പാല് തികയത്തില്ല. ആ ഒരു കാരണത്താലാണ് രണ്ടുപേർക്കും ഇപ്പം ഫോർമുല മിൽക്ക് കൂടി കൊടുക്കുന്നത്. ജനിച്ച സമയത്ത് അളവ് നല്ല രീതിയിൽ തന്നെ കൂട്ടി കൊടുക്കുക. കാരണം
കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മറ്റു ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ട് ചോറൂണ് വരെ മറ്റു ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവർ ഇപ്പം പാല് മാത്രമല്ലേ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല അളവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പാലും അതുപോലെ ഫോർമുല മിൽക്കും. സെമിലാക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അതേ സെമിലാക്കിൻ്റെ ആ സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെ ഉണ്ട്. ആ സെമിലാക്കിൻ്റെ തന്നെ പിന്നെ മാറ്റി സെർലാക്കൊക്കെ കാണും. പക്ഷെ നമ്മൾ സെമിലാക്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ അവർക്ക് ആദ്യ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 0 to 1, പിന്നെ 1 to 6, 6 to 12 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതനുസരിച്ച് കൊടുക്കുന്ന പൊടിയുടെ ഇളവായിക്കോട്ടെ എല്ലാം തന്നെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദിവസത്തെ ഒരു തവണ ആ ഒരു രീതിയൊക്കെയാണ് കൊടുക്കുന്നത്. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് എൻ്റെ പാല് തന്നെയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മദർ മിൽക്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അമ്മയുടെ പാലിലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഡോക്ടർമാരും അത് തന്നെ ആയിരിക്കും പറയുന്നത്, എപ്പോഴും മദർ മിൽക്ക് തന്നെ നൽകണമെന്നാണ്. പിന്നെ 2 കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇത്തരത്തിൽ മാത്രമേ ഫീഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറഞ്ഞ അളവിൽ കൊടുക്കുന്നു. അങ്ങനെ 2 പേരും പാലൊക്കെ കുടിച്ച് രുചിയൊക്കെ ആസ്വദിച്ചാണ് കാണിക്കുന്നത്, അങ്ങനെ വായിട്ട് കാണിക്കുന്നതൊക്കെ. അവർക്ക് പാലൊക്കെ കൊടുത്ത ശേഷം ഞാൻ പോയി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൂക്കുന്ന വഴിക്ക് ചെടിയൊക്കെ ഒന്ന് നോക്കി കേട്ടോ. അപ്പോഴേക്കും റോസാപ്പൂവിലൊക്കെ നല്ല രീതിയിൽ പൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൊട്ടുകളും ഒരുപാട് പൂക്കൾ വിരിഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നട്ട് വളർത്തുന്ന ചെടിയിൽ നിന്ന് ഇതുപോലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അങ്ങനെ 2-3 റോസാ ചെടിയൊക്കെ ഉള്ളത്, പക്ഷെ അതിലെല്ലാം തന്നെ മുട്ടിട്ടുണ്ടായിരുന്നു, പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീടിനകത്തേക്ക് കയറിയതാണ്. നോക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന പേപ്പറെല്ലാം വലിച്ചു കീറി ഒരു പരുവമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേപ്പറെല്ലാം വാരി അടുക്കിയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കിടന്ന ബെഡൊക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കളെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വെച്ച ശേഷമാണ് ഇപ്പോൾ ബെഡ് ക്ലീൻ ആക്കാൻ വേണ്ടി കുറച്ച് സമയത്ത് മുകളിലേക്ക് വന്ന് ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടു. കാരണം കുഞ്ഞുങ്ങളെ ഇപ്പോൾ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ പറ്റുന്ന പണിയൊക്കെ ചില സമയങ്ങളിൽ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്തിടും. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട ശേഷം അവിടെ എല്ലാം തന്നെ തൂത്തുവാരി ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൂത്തൊക്കെ വാരിയിട്ടു. പിന്നെ ബാത്റൂമിൻ്റെ സൈഡൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം മടക്കിയൊക്കെ വെച്ച ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും കുരുത്തക്കേടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. 2 പേരും നല്ല കുരുത്തക്കേടിലൊക്കെ ആണെങ്കിൽ വലിയ അനക്കമൊന്നും കാണില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വാവച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന്. ചില സമയത്ത് അനങ്ങാതെ അങ്ങ് ഇരുന്ന് കളയും. ആ സോഫയുടെ കീഴിലും ഒക്കെ കയറി അങ്ങ് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ പോകുന്ന സമയമായപ്പോഴേക്കും താഴേക്ക് പിന്നെ ഇറങ്ങി വന്നു. പെട്ടെന്ന് തന്നെയാണ് പോയി വൃത്തിയൊക്കെ ആക്കിയിട്ടിട്ട് വന്നത്. അങ്ങനെ എപ്പോഴും ഇവരെ ഉറക്കി കിടത്തിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇന്ന് ചേട്ടൻ ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്തുള്ളിൽ മേലേക്ക് പോയി ഇതെല്ലാം ചെയ്തു. അങ്ങനെ അച്ഛനെ യാത്രയൊക്കെ ആക്കി ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തു. കണ്ടില്ലേ വീട്ടുമുറ്റത്ത് ഇപ്പം കുപ്പിയിൽ ഇങ്ങനെ വെള്ളം കലക്കി നീല കളർ വെച്ചിരിക്കുന്നു. വിചാരമൊക്കെ മുക്കി വെച്ചിരിക്കുന്നത് പട്ടിയുടെ ശല്യം കാരണമാണ് കേട്ടോ. ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും സിറ്റൗട്ടിലൊക്കെ കയറി കിടക്കും. നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം അതിൻ്റെ വായിൽ നിന്നൊക്കെ ഈളുവയും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയിരുന്ന ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കും. അതൊക്കെ ടച്ചൊക്കെ ചെയ്ത് അതിൽ നിന്ന് പറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ പേയും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചേട്ടനൊക്കെ പോയ ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി രാവിലെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇന്ന് രാവിലെ ദോശയും കറിയൊക്കെ കൂട്ടി 2 പേരും കഴിക്കുകയാണ്. ഇപ്പം ഇടവിട്ടാണ്. ഒന്നുകിൽ കുറുക്ക് കൊടുക്കും, കുറുക്ക് ഇല്ലാത്ത ദിവസം ദോശ കൊടുക്കും, അല്ലെങ്കിൽ ഇഡലി കൊടുക്കും. അങ്ങനെ മാറ്റിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ ടേസ്റ്റ് തന്നെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അത് തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് 2 പേരും നന്നായി കഴിച്ച ശേഷം കുറച്ച് സമയം കളിക്കാനൊക്കെ വിട്ടു. പിന്നെ 2 പേരെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി കൊണ്ടുവന്നു. അങ്ങനെ ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ നിർബന്ധവും കാര്യങ്ങളാണ്. പിന്നെ വിറ്റാമിൻ D3 നല്ല അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെ പോലെ വന്നിരുന്ന് കുടിക്കും. പക്ഷേ ഇപ്പോൾ ഭയങ്കര നിർബന്ധം കാണിക്കുന്നത് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ആ ഒരു കവറിന് വേണ്ടിയിട്ട് ആ കുപ്പി കൈ കൊടുക്കാൻ. ഇപ്പോൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് അവരെ കൈ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഭയങ്കര വാശിയാണ്. ഇപ്പോൾ ചീപ്പ് എടുത്താലോ മരുന്ന് കൊടുക്കാൻ വേണ്ടി കുപ്പി എടുത്താലോ എല്ലാം അവർക്ക് അവരുടെ കൈ കൊടുക്കണം. അവർ തന്നെ അത് ചെയ്യണം. ആ ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ മരുന്നൊക്കെ ഒരു വിധത്തിൽ കൊടുത്ത ശേഷം
2-3 തലമുടിയാണ് ഉള്ളതെങ്കിലും അതൊക്കെ നന്നായിട്ട് ചീപ്പി ഒതുക്കി കൊടുത്തു. അങ്ങനെ ചീപ്പിയൊക്കെ ഒതുക്കി സുന്ദരിയാക്കിയ ശേഷമാണ് ഉറക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴും ഒരു കരച്ചിലുണ്ട്. കണ്ടോ, പൂമ്പാറ്റപ്പെണ്ണ് ഫോട്ടോ ഇട്ട് തുടങ്ങി. ഉറങ്ങാൻ വേണ്ടി ഇട്ടുള്ള സിമ്പലാണ് അതൊക്കെ. അങ്ങനെ 2 പേരെയും ഒരേ സമയം ഫീഡ് ചെയ്ത് ഒരേ സമയം തന്നെയാണ് ഉറക്കുന്നത്. അങ്ങനെ 2 പേരും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ഒരു നിർബന്ധവും പിടിവാശിയൊക്കെ ഉണ്ട്. അങ്ങനെ 2 പേരെയും കുറച്ച് അധികം സമയമെടുത്ത് തന്നെ ഉറക്കി. അങ്ങനെ ഉറക്കിയ ശേഷമാണ് പിരിയമൊക്കെ എഴുതുന്നത്. അങ്ങനെ ചില ദിവസം ഞാൻ പറയുന്നല്ലോ, പിരികമൊന്നും എഴുതാൻ സമ്മതിക്കത്തില്ല. ഉറങ്ങിയ പെട്ടെന്ന് തന്നെ അങ്ങ് എഴുന്നേൽക്കും. ഉറക്കമൊക്കെ ഇപ്പോൾ കുറവാണ്. നീണ്ട ഉറക്കമൊക്കെ ഇപ്പം ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് ഇപ്പം ഉറങ്ങുന്നതെന്ന് പറയാം. കുറച്ച് സമയം ഉറങ്ങും, പിന്നെ ചാടി എഴുന്നേൽക്കും. പിന്നെ നിർബന്ധവും വാശിയും കരച്ചിലൊക്കെയാണ്. വീണ്ടും ഞാൻ കൊണ്ടുപോയി ഉറക്കും, അല്ലെങ്കിൽ കളിക്കാനായിട്ട് വിടും. ഇപ്പം വളർന്നു വരുന്നതനുസരിച്ച് വാശിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം ഒരാളെ പിരിയമൊക്കെ എഴുതി ഉറക്കാൻ വേണ്ടി വീണ്ടും കിടത്തി. പിന്നെ അടുത്ത ആൾ ഉറങ്ങിയാണ്. അടുത്ത ആളെയും ഇതുപോലെ തന്നെ കുറച്ച് സമയമൊക്കെ എടുത്ത് പിരിയമൊക്കെ എഴുതി സുന്ദരി കുട്ടികളാക്കി വീണ്ടും ഉറക്കാൻ വേണ്ടി കിടത്തും. ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ പിരിയം എഴുതുന്നതൊന്നും ഞാൻ കാണിക്കാറില്ല. കാരണം ആ ഒരു ദിവസം നമുക്ക് എഴുതാൻ പറ്റാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് സമയം താമസിക്കുന്നതിനൊന്ന് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ 2 പേരും ചാടി അങ്ങ് എഴുന്നേൽക്കും. അന്നത്തെ ദിവസം പിന്നെ എഴുതാനൊന്നും പറ്റാറില്ല. അങ്ങനെ രണ്ടാമത്തെ ആൾക്കും പിരിയമൊക്കെ എഴുതി 2 പേരെയും ഒരുപോലെ തന്നെയാണ് എപ്പോഴും ഒരുക്കുന്നത് കേട്ടോ. പിന്നെ കരി ചില സമയം പടരും, സ്പ്രെഡാവും. അതങ്ങനെ തന്നെയാണ്. 2 പേരും കണ്ണിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്ന സമയത്ത് കരി പടരും. അങ്ങനെ 2 പേരെയും ഉറക്കി ഞാൻ കിടത്തി. അവരെ ഉറക്കി കിടത്തിയ ശേഷമാണ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നത്. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് ചാടി എഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയമാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറക്കം മുഴുത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഉറക്കം മുഴുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര ശാഠ്യവും കാര്യങ്ങളും നിർബന്ധമൊക്കെ ആയിരിക്കും. അങ്ങനെ വീണ്ടും ഞാൻ ഉറക്കി കിടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. കണ്ണ് തുറന്നിരിക്കുകയാണ്. അമ്മയും കൂടെ വന്ന് കിടന്ന് ഉറക്ക് എന്ന രീതി. അങ്ങനെ 2 പേരെ ഉറക്കി കിടത്തിയ ശേഷം കുറച്ച് സമയമായിട്ടുള്ളൂ 2 പേരും ചാടി എഴുന്നേറ്റു. പിന്നെ ഞാൻ ഒരു എണ്ണക്കുപ്പി, അവരുടെ കുളിപ്പിക്കുന്ന എണ്ണക്കുപ്പി എപ്പോഴും കഴുകി എടുത്ത് വെച്ചേക്കും. അപ്പോൾ അവർ കുളിക്കാൻ കയറിയാലായാലും അവർ കളിക്കാനായാലും ഇത് കയ്യിൽ വേണം. അങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുപ്പി 2 ആൾക്കാണെങ്കിലും പൂമ്പാറ്റപ്പെണ്ണ് 2 കയ്യിലും കൂടെ അതെടുത്ത് വെച്ച് ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണ് ഉറക്കം എഴുന്നേറ്റ് വന്ന് താ 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 ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ പഠിച്ച് വരുന്നുണ്ട്. അത് പൂമ്പാറ്റയും പറയും താ താ അച്ഛാ അമ്മ, അങ്ങനെ ഓരോരോ വാക്കുകൾ പഠിച്ചു വരും. അങ്ങനെ താ താന്ന് കാണിച്ചപ്പം പൂമ്പാറ്റ ആ കുപ്പിയും കൊണ്ട് ഓടുകയാണ്. അവിടെ ചെന്ന് പൂമ്പാറ്റപ്പെണ്ണ് കുഞ്ഞൊരു നിക്കർ കിടപ്പുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തിട്ട് പറയും ഇത് നീ എടുത്തോ, ഈ 2 കുപ്പി ഞാൻ തരില്ല എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് അടുത്തേക്ക് ചെന്ന് പിടിച്ചു വാങ്ങിക്കാൻ നോക്കുകയാണ്. അവിടെ ചെന്നിരുന്ന് താ താ എന്നാണ് പറയുന്നത്, താ താന്ന്. അത് കാണുമ്പോൾ പൂമ്പാറ്റപ്പെണ്ണ് മറച്ചു വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞാറ്റപ്പെണ്ണ് ഒരെണ്ണം കൈക്കലാക്കി. ഇതുപോലുള്ള ചെറിയ ചെറിയ കുരുത്തക്കേടും കളിചിരികളൊക്കെ ആയിട്ടാണ് എപ്പോഴും 2 പേരും കിടന്നു പോകുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നതേ അറിയത്തില്ല. കുറച്ച് സമയം ഇവരെ ഇങ്ങനെ ഇതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് തന്നെ ചിരിക്കാനുള്ള വകയ്ക്ക് കിട്ടും. വീണ്ടും പൂമ്പാറ്റപ്പെണ്ണ് അവളുടെ കുഞ്ഞുടുപ്പ് എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തിട്ട് കുപ്പി വാങ്ങിക്കാൻ നോക്കുകയാണ്. എനിക്ക് ഉടുപ്പ് വേണ്ട, എനിക്ക് കുപ്പി മതി എന്നുള്ള രീതിയായി കുഞ്ഞാറ്റയും.